ധനഹാകാലത്തിലെ 6-ാം ഞായറാഴ്ച നാം ധ്യാന വിഷയമാക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണു രക്ഷകൻ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന സ്നാപകന്റെ ആത്മീയതയാണ്. ഈ പുതിയ നിയമ പ്രവാചകനെ ധ്യാനിക്കുമ്പോൾ പലപ്പോഴും കണ്ണു നിറയാറുണ്ട്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് ഉദരത്തിൽ വെച്ചു തന്നെ അവനുവേണ്ടി ആനന്ദ നൃത്തമാടിയ സ്നാപകൻ തന്റെ ജനനത്തിനുശേഷം അപ്രത്യക്ഷമാവുകയാണ്. ധ്യാനത്തിന്റെ മനുഷ്യനാണ് സ്നാപകൻ. മരുഭൂമിയിലെ പ്രവാചക ശബ്ദമായി അനുതാപത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സ്നാപകൻ കടന്നുവന്നു. ക്രിസ്തുവിന് വഴിയൊരുക്കിയവൻ. തന്റെ അഴകും സൗന്ദര്യവും ഭൂമിയിൽ ഉടച്ചു വാർത്തപ്പോഴാണ് ക്രിസ്തുവിന്റെ ശബ്ദത്തിന് ഇമ്പമുണ്ടായത്. ജലത്താൽ സ്നാനം നൽകിയ സ്നാപക യോഹന്നാന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകന് തന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൌത്യത്തെക്കുറിച്ചും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ജനം സ്നാപകനെ വിട്ട് ഈശോയുടെ അടുക്കലേക്ക് പോകുന്നതിനെ ഓർത്ത് സ്നാപകന്റെ ശിഷ്യർ അദ്ദേഹത്തോട് ആവലാതിപ്പെടുകയാണ്. ഗുരു, അങ്ങേ അനുഗമിച്ചവർ ഇന്ന് ഈശോയെ തേടുന്നു. എന്നാൽ തന്റെ ദൌത്യം പൂർത്തീകരിക്കപ്പെടുന്നത് കണ്ട് സ്നാപകൻ സംതൃപ്തിയോടെ പറയുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. 3 തരത്തിലുള്ള വളർച്ചകളുണ്ട്. 1, ഞാൻ വളരണം, അവൻ കുറയണം. 2, ഞാനും വളരണം, അവനും വളരണം. 3, അവൻ വളരണം, ഞാൻ കുറയണം. ഇതിൽ 3ാമത്തേതാണ് ക്രിസ്തീയ ആത്മീയത. അവൻ വളരണം, ഞാൻ കുറയണം. അപരന്റെ വളർച്ചയിലുള്ള ആനന്ദമാണ് സ്നാപകൻ ഇവിടെ കാണിക്കുന്നത്. ഇത് ദൈവികമാണ്. എല്ലാവരും ക്രിസ്തുവിലേക്ക് ഓടിക്കൂടുന്നുവെന്ന ശിഷ്യരുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഏഷണിയും പരദൂഷണവുമാണ്. വേണമെങ്കിൽ സ്നാപകൻ അവരോട് പറയാമായിരുന്നു, അല്ലെങ്കിലും ഇതെനിക്കറിയാമായിരുന്നു, എന്റെ ഇമേജ് എല്ലാം കളഞ്ഞു. അവനല്ല സത്യം, അവന് മുന്നേ വന്ന ഞാനാണ്, നിങ്ങൾ എന്നെയാണ് വിശ്വസിക്കേണ്ടത്. എന്നാൽ സ്നാപകൻ ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടുന്നില്ല. എല്ലാം ദൈവമഹത്വത്തിന്. അവൻ വളരണം, ഞാൻ കുറയണം. സ്നാപകന്റെ ഭക്ഷണരീതിയും ഉടുത്ത വസ്ത്രവും താമസിച്ചിരുന്ന സ്ഥലവുമെല്ലാം ഈ മനോഭാവം അടങ്ങുന്നതായിരുന്നു. ഒന്നുമല്ലാതെ നടന്നവൻ. സ്നേഹമുള്ളവരെ, അസൂയയും ഏഷണിയും പരദൂഷണവുമെല്ലാം മാനുഷികമാണ്. എന്നാൽ അവൻ വളരട്ടെ, ഞാൻ കുറയട്ടെ എന്ന മനോഭാവമാണ് ദൈവികം. ഒപ്പം സ്നാപകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്, മണവാട്ടിയുള്ളവനാണ് മണവാളൻ. സഭ മിശിഹായുടെ മണവാട്ടിയാണ്. കുരിശിലെ ബലിയിലൂടെ ഈശോ തന്റെ മണവാട്ടിയായ സഭയ്ക്ക് കുറയലിന്റെ അല്ലെങ്കിൽ ഇല്ലാതാകലിന്റെ പാഠം പറഞ്ഞു തരുന്നുണ്ട്. ദൈവമായിരുന്നവൻ മനുഷ്യനു വേണ്ടി ജീവൻ അർപ്പിച്ച് സ്വയം ബലിയായി. ഇന്നും ഈ അൾത്താരയിൽ സഭയാകുന്ന മണവാട്ടിക്കു വേണ്ടി ഈശോ മുറിയപ്പെടുന്നുണ്ട്. ഓരോർമ്മപ്പെടുത്തലും അവൻ വളരണം, ഞാൻ കുറയണം. ഈ ആത്മീയ വിരുന്നിൽ ഭാഗഭാക്കുകളാകുന്ന നമുക്കും ഈ മനോഭാവം ഉണ്ടാകട്ടെ. അപരനു വേണ്ടി തളർന്ന് ക്രിസ്തുവിൽ നമുക്ക് വളരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.